ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം ബിഗ് ബോസിനെ കുറിച്ചൊക്കെയാണ്. അതായത് ബിഗ് ബോസിൽ ഇന്നലെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഒക്കെ നടന്നു. അതായത് ഒരു റസ്മിൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളുന്ന ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി. കാരണം അത് ലൈവിലുണ്ടായിരുന്നു. അത് ഇനി ഇതില് എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. അതുപോലെ തന്നെ ആ സിജോ എന്ന് പറയുന്ന കക്ഷിയെ റസ്മിൻ വിളിച്ചു പന്നിയുടെ മോനെ എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. കാരണം അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒന്ന് തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് തള്ളി എന്ന് പറഞ്ഞിട്ട് അവസാനം പുള്ളിയെ പുറത്താക്കിയ ബിഗ് ബോസ് ഇപ്പോൾ എന്താ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഉഡായിപ്പ് ഷോയിൽ കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവരെ ആരെയും ഒന്നും പറയാത്ത ബിഗ് ബോസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എന്തിനു പുറത്താക്കി? ചോദ്യമാണ് നിങ്ങളോട് കൂടെ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ ഓരോ ദിവസം തോറും നിങ്ങളുടെ മുഖംമൂടികൾ വലിച്ചു കീറുന്ന നിങ്ങളുടെ മുഖംമൂടികൾ തിരിച്ചറിയുകയാണ്. കാരണം എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അന്ന് നിങ്ങൾ പുറത്താക്കി? ഇന്നലെ എന്താ നിങ്ങൾ പുറത്താക്കാത്തത്? അതിന് ഒരു ഇതുപോലും കൊടുക്കാതെ നിങ്ങൾ പെട്ടെന്ന് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് നിങ്ങൾ സോൾവ് ആക്കി വിടുകയാണ് ചെയ്തത്. കാരണം പരാതി ഉണ്ടോ ഇല്ലയോ? ഒരാളിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളുമ്പോൾ ഒരാളിന്റെ ശരിക്കും പറഞ്ഞാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളുന്നു. അത് കഴിഞ്ഞ് അതിന്റെ അവിടെയുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അതിനകത്ത് നിർത്തുന്നു. കാരണം നിർത്തി നിങ്ങൾ എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് അറിയില്ല. അതൊരു പ്രാന്തി പെണ്ണിനെ പോലെ നടക്കുന്ന ഒരു കുട്ടിയായി അവിടെ ഇന്നലെ കാണുകയുണ്ടായി. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഈ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിടിച്ചു തള്ളിയെന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ദേഹത്ത് ഒന്ന് കയറി പിടിച്ചപ്പോൾ അദ്ദേഹം കൈകൊണ്ട് തട്ടിമാറ്റുകയാണ് ചെയ്തത്. അതിനാണ് താങ്കൾ 5 ദിവസം ഇരുട്ടുകൂട്ടിൽ അടച്ചിട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങള് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന നെറികെട്ട ഷോയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അതാദ്യം നിങ്ങൾക്കിപ്പോൾ എന്തിനാ ഇരട്ടത്താപ്പ്? ഇതാണോ നിങ്ങളുടെ നീതി? ഇതാണോ നിങ്ങൾ മറ്റുള്ളവരെ എല്ലാവരെയും ഒരേപോലെ കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആളിനെ നിങ്ങൾ സംരക്ഷിക്കാതെ നിങ്ങൾ പുറത്താക്കേണ്ടതായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. അദ്ദേഹത്തെ വീണ്ടും അവരെ അതിനകത്ത് തുടരാൻ അനുവദിക്കുന്നു. കാരണം എന്തും ചെയ്യാമെന്നുള്ള ആ കുട്ടിയുടെ ഹുങ്കാണ് ഇന്നലെ കാണിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ എന്തും ചെയ്യാം മറ്റുള്ളവർ. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചെയ്തപ്പോൾ മാത്രം തെറ്റ്. കഴിഞ്ഞ പ്രാവശ്യം വരെ അദ്ദേഹം പോയപ്പോൾ ഇതേപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് കണ്ടപ്പോൾ അദ്ദേഹം എതിർത്തപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കണ്ണുകെട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തെല്ലാം ചെയ്തു? എത്ര ദ്രോഹങ്ങൾ ചെയ്തു? അദ്ദേഹം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? അദ്ദേഹം നിങ്ങളെയൊക്കെ സ്നേഹിച്ചിട്ടില്ലേ ഉള്ളൂ. അദ്ദേഹം ആരെയും വെറുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്തത് വളരെ വളരെ ക്രൂരതയായി പോയി എന്ന് തന്നെ പറയാം. ഇന്നലെ നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ നിങ്ങൾക്ക് അവരെ സോൾവ് ആക്കി വിടാനുള്ള ഇതായിരുന്നു. കാരണം ഇന്നലെ ഇന്നലെ എപ്പിസോഡിൽ കാണിക്കില്ല. കാരണം എന്തെന്നറിയാം, അതെല്ലാം കട്ട് ചെയ്ത് കളയും. മറ്റേ ലൈവില് കട്ട് ചെയ്യാതെ അത് കാരണം ഇതിപ്പോ അതല്ലേ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് എഡിറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നു. അതിൽ പറ്റാതെ വരണാണ് ഇതുപോലെ പോകുന്നത്. കാരണം വെച്ചാൽ അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി അത് വേറെ ഇതിലിടും, ഇങ്ങനെ തള്ളുന്നതും ഇടിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നാള് ഈ ഒരു പ്രശ്നം നടന്നു, അത് സോൾവ് ആക്കി നിങ്ങളെ വിട്ടു. ഇതും അങ്ങനെയാണ്, സോൾവ് ആക്കി വിടുന്നു എന്ന് തന്നെ പറയാം. കാരണം ആർക്കും ആരോടും എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതായി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. കാരണം അത് എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. കാരണം ഇത്രയ്ക്കും കഴിപ്പണം കെട്ട ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഈ ഷോയെ കാരണം വെച്ചാൽ എല്ലാവരും ഇനി ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള നല്ല നല്ല
മുഹൂർത്തങ്ങൾ. കാരണം ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ. ഈ കാരണം വെച്ചാൽ ഈ സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറുണ്ട്. ഇതൊക്കെ കാണുന്നില്ലേ കുട്ടികൾ ഇത് കണ്ടാണോ ഇത് കണ്ട് പഠിക്കണം. ആ കുട്ടി ഒരു അധ്യാപികയാണെന്നോ ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടിയാണെന്നാ പറയുന്നത്. എന്നിട്ടാണോ ഇങ്ങനെ? എന്നിട്ട് അതിന്റെ വായിൽ വരുന്ന വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറയാല അതിനൊക്കെ അതിനകത്ത് ആ സെക്കൻഡിൽ തന്നെ അതിനെ പുറത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം, ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഇതുപോലുള്ള അധ്യാപകരുടെ വലയിൽ നിന്നും കുട്ടികളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. കാരണം വെച്ചാൽ ഇനി ആ കുട്ടിക്ക് ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള ഈ സ്കൂളുകളിൽ ജോലി കിട്ടാതിരിക്കുക. സ്കൂളിൽ അങ്ങനെ ജോലി ഉണ്ടെങ്കിൽ അതിനെ പിരിച്ചുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെ കുട്ടികളെ തെറി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറെയാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത്? അങ്ങനെയും അതും ഉണ്ട്. കാരണം ഇതിപ്പോ സമൂഹം മൊത്തം കാണുകയാണ്. സമൂഹത്തിലുള്ള മൊത്തം കുട്ടികളും കാണുന്ന ഒരു ഷോയായിട്ട്. കാരണം അവരെല്ലാവരും ഇത് കണ്ട് പഠിക്കുകയല്ലേ. കാരണം എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യവും അതെന്താ ചെയ്തത്? ഇന്നലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രശ്നം, ഇവരാരും ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്ന ഈ ലോക ഉടായിപ്പ് ആയിട്ട് വരികയാണ് ദി ബിഗ് ബോസ് എന്ന ഷോ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കിട്ടാത്ത നീതി മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം നിങ്ങളോടെന്ത് തെറ്റ് ചെയ്തു? അന്ന് കണ്ടത് ഒരു ചെറിയ അദ്ദേഹം ഒന്ന് കുതറി മാറിയത് മാത്രമല്ലേ ചെയ്തതുള്ളൂ. ഇന്നലെയൊക്കെ എന്താ കണ്ടത്? ആ കുട്ടിയെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളുകയായിരുന്നു. മനഃപൂർവ്വമാണ് തള്ളുന്നത്. അങ്ങോട്ട് ചെന്ന് തള്ളുകയാണ് ചെയ്തത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അങ്ങോട്ട് ചെന്ന് പിടിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ കുതറി മാറുന്നത്. അതാണ് നമ്മൾ അവിടെ കണ്ടത്. അതിന് നിങ്ങൾ പുറത്താക്കി. ഇന്നലെ നിങ്ങൾ ആ കുട്ടി കഴുത്തിന് പിടിച്ച് കുത്തിപ്പിടിച്ച് തള്ളുന്ന രംഗമാണ് കണ്ടത്. ക്ഷമിച്ച മറ്റുള്ളവർ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളാൻ പാടില്ല. കാരണം ഒരാളിന് നീതിയില്ല, മറ്റുള്ളവർക്കൊക്കെ നീതി കൊടുക്കുന്ന നിങ്ങളെ ഈ ഉടായിപ്പ് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനൊക്കെ ഒരു തീരുമാനമെടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഹാപ്പി ആയിരിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.